ഹായ് ഓൾ, എല്ലാവർക്കും റൈറ്റ് ബോർഡ് ലേൺ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പദബന്ധിനെ കുറിച്ചിട്ടാണ്. പദബന്ധിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പദബന്ധ് എന്താണെന്നും അതിനു മുമ്പ് ശബ്ദം എന്താണെന്നും പദം എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമാക്കി പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇനി പദബന്ധ് के कितने प्रकार होते हैं, അതായത് പദബന്ധിന് എത്ര ഡിവിഷൻസ് ഉണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പദബന്ധ് के 5 प्रकार होते हैं, അതായത് പദബന്ധ് 5 ഡിവിഷൻസാണ് പദബന്ധിനുള്ളത്. ഏതെല്ലാമാണ്? സംജ്ഞാ പദബന്ധ്, സർവനാം പദബന്ധ്, विशेषण पदबंध, क्रिया पदबंध और क्रिया विशेषण पदबंध. എന്താണ് സംജ്ഞാ പദബന്ധ് നോക്കാം. वाक्य में संज्ञा का काम करने वाला पदबंध संज्ञा पदबंध कहलाता है. അതായത് ഒരു സെൻറ്റൻസിൽ സംജ്ഞയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വാക്യങ്ങളാണ് അല്ലെങ്കിൽ പദങ്ങളാണ് സംജ്ഞാ പദബന്ധ് എന്ന് പറയുന്നത്. ഉദാഹരണം, സബ്സെ തേസ് ദൗഡ്നെ വാല ലഡ്ക ജീത് ഗയ. അതായത് യഹാം സബ്സെ തേസ് ദൗഡ്നെ വാല ലഡ്ക സംജ്ഞ കാ കാം കർ രഹാ ഹൈ. അതായത് വളരെ വേഗത്തിൽ ഓടുന്ന കുട്ടി വിജയിച്ചു എന്നതാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. അതായത് ഇവിടെ സബ്സെ തേസ് ദൗഡ്നെ വാല ലഡ്ക, ലഡ്ക എന്ന സംജ്ഞയ്ക്ക് വേണ്ടിയിട്ട് പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ് സബ്സെ തേസ് ദൗഡ്നെ വാല. അതുകൊണ്ടാണ് ഇത് സംജ്ഞാ പദബന്ധ് ആകുന്നത്. ഓക്കെ.